ഭോജ്ശാലയിൽ നിന്ന് വിഗ്രഹങ്ങൾ കണ്ടെടുത്തിട്ടും ഭൂമി തങ്ങളുടേതാണ് എന്ന അവകാശവാദവുമായി മുസ്ലിം പുരോഹിതർ. ഭോജ്ശാലയിൽ നടന്ന മൾട്ടി ഡിസിപ്ലിനറി സയന്റിഫിക് സർവേ വ്യാഴാഴ്ച അവസാനിക്കുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെടുത്തത് പൊട്ടിത്തകർന്ന 38 വിഗ്രഹങ്ങൾ. സരസ്വതി ദേവി, മഹിഷാസുരമർദിനി, മഹാഗണപതി, ശ്രീകൃഷ്ണൻ, മഹാദേവൻ, ബ്രഹ്മാവ്, ഹനുമാൻ, വാസുകി, മഹാവിഷ്ണു വിഗ്രഹങ്ങളും നാഗപ്രതിഷ്ഠകളും ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. റിപ്പോർട്ട് ജൂലൈ 4 കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുമെന്നാണ് സൂചന. ഘടനയും പരിസര പ്രദേശങ്ങളും കൂടുതൽ ആഴത്തിൽ കുഴിക്കാൻ വീണ്ടും ASI അനുമതി തേടിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഈ വർഷം മാർച്ചിലാണ് ASI സർവേ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് ഹൈക്കോടതിയുടെ ഇൻഡോർ ബെഞ്ചിനെ സമീപിക്കുന്നത്. തുടർന്ന് അനുമതി നൽകിയ കോടതി എല്ലാ ദിവസവും സർവേയിൽ ASI വിദഗ്ധരെ അനുഗമിക്കാൻ ഹിന്ദു വിഭാഗത്തിൽ നിന്നും മുസ്ലിം വിഭാഗത്തിൽ നിന്നുമുള്ള പ്രതിനിധികളെ അനുവദിച്ചിരുന്നു. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദേവതയായ മാതാ സരസ്വതിക്ക് സമർപ്പിച്ചിരിക്കുന്ന അതുല്യവും ചരിത്രപരവുമായ ക്ഷേത്രമാണ് ഭോജ്ശാല. പർമർ രാജവംശത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയും വിദ്യാഭ്യാസത്തിന്റെയും സാഹിത്യത്തിന്റെയും ഭക്തനുമായ രാജാ ഭോജ് ധറിൽ ഒരു കോളേജ് സ്ഥാപിച്ചു. അത് ഭോജ്ശാല എന്ന് അറിയപ്പെടുകയും വിദൂര ദിക്കുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുകയും ചെയ്തു. മധ്യപ്രദേശിലെ ധാർ ജില്ലയിലാണ് ഈ മാതാ സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് അന്നത്തെ രാജഭോജിന്റെ തലസ്ഥാനമായിരുന്നു. സംഗീതം, സംസ്കൃതം, ജ്യോതിശാസ്ത്രം, യോഗ, ആയുർവേദം, തത്വചിന്ത എന്നിവ പഠിക്കാൻ നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും ബുദ്ധിജീവികളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു ഭോജ്ശാല. ക്ഷേത്രം തകർത്ത ശേഷം മുസ്ലിം ജേതാക്കൾ സ്ഥാപിച്ച കമൽ മൗലാന മസ്ജിദിൽ ഭോജ്ശാലയുടെ അവശിഷ്ടങ്ങൾ ഇന്നുമുണ്ട്. മസ്ജിദിൽ ഉപയോഗിച്ചിരിക്കുന്ന കൊത്തുപണികളുള്ള തൂണുകൾ തന്നെയാണ് ഭോജ്ശാലയിലും ഉപയോഗിച്ചിരുന്നത്. മസ്ജിദിന്റെ ചുവരുകളിൽ പതിച്ചിരിക്കുന്ന കൊത്തുപണികളുള്ള ശിലാഫലകങ്ങളിൽ ഇപ്പോഴും വിലപ്പെട്ട സൃഷ്ടികൾ അടങ്ങിയിരിക്കുന്നു. ഈ ലിഖിതങ്ങൾ സംസ്കൃത വ്യാകരണത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ വിശദമാക്കുന്നവയാണ്. അതുകൂടാതെ ചില ലിഖിതങ്ങൾ രാജഭോജിനു ശേഷം വന്ന ചക്രവർത്തിമാരെ വാഴ്ത്തുന്നവയാണ്. ക്ലാസിക്കൽ സംസ്കൃതത്തിൽ നാടകരചനകളുള്ള ലിഖിതങ്ങളുമുണ്ട്. AD 11, 12 നൂറ്റാണ്ടുകളിലെ അക്ഷരങ്ങളാൽ ഈ ലിഖിതങ്ങൾ ശ്രദ്ധേയമാണ്. AD 1305, 1401, 1514 വർഷങ്ങളിൽ മുസ്ലിം രാജാക്കന്മാർ ഭോജ്ശാലയിലെ മഹത്തായ ക്ഷേത്രവും വിദ്യാകേന്ദ്രവും ആവർത്തിച്ച് തകർത്തു. AD 1305 ക്രൂരനും പ്രാകൃതനുമായ മുസ്ലിം സ്വേച്ഛാധിപതി അലാവുദ്ദീൻ ഖിൽജി ആദ്യമായി ഭോജ്ശാല നശിപ്പിച്ചു. എന്നിരുന്നാലും ഇസ്ലാമിക അധിനിവേശ പ്രക്രിയ ആരംഭിച്ചത് 36 വർഷങ്ങൾക്ക് മുൻപ് 1269 AD കമാൽ മൗലാന എന്ന മുസ്ലിം ഫക്കീർ മാൾവയിൽ എത്തിയതോടെയാണ്. നിരവധി ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കമൽ മൗലാന വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചു. 36 വർഷം അദ്ദേഹം മാൾവ പ്രദേശത്തെക്കുറിച്ചുള്ള വിപുലമായ വിവരങ്ങൾ ശേഖരിക്കുകയും അത് അലാവുദ്ദീൻ ഖിൽജിക്ക് കൈമാറുകയും ചെയ്തു. ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് ഖിൽജി ഭോജ്ശാലയിൽ 1200 ഹിന്ദു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൂട്ടക്കൊല ചെയ്തു. അദ്ദേഹം ക്ഷേത്ര സമുച്ചയം തകർത്തു. അതേ കമൽ മൗലാനയുടെ പേരാണ് ഇപ്പോഴത്തെ പള്ളിക്ക്. മധ്യപ്രദേശിലെ വിവാദമായ ഭോജ്ശാല മന്ദിരം ക്ഷേത്രമായിരുന്നു എന്ന് പ്രമുഖ പുരാവസ്തു ഗവേഷകൻ KK മുഹമ്മദ് പറയുന്നു. മസ്ജിദ് സമുച്ചയം സരസ്വതി ക്ഷേത്രമായിരുന്നെന്നും പിന്നീട് അത് ഇസ്ലാമിക ആരാധനാലയമാക്കി മാറ്റിയതാണെന്നും KK മുഹമ്മദ് പ്രതികരിച്ചിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും കോടതിയുടെ വിധി അനുസരിക്കണമെന്നും 1991 ആരാധനാലയ നിയമത്തെ മാനിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഥുരയിലും കാശിയിലുമുള്ള ഹിന്ദുക്കളുടെ വികാരം മുസ്ലിങ്ങളും മാനിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭോജ്ശാലയെ സംബന്ധിച്ച ചരിത്രപരമായ വസ്തുത എന്ത് എന്നാൽ അതൊരു സരസ്വതി ക്ഷേത്രമായിരുന്നു. അതൊരു ഇസ്ലാമിക പള്ളിയാക്കി മാറ്റി. സമുച്ചയം സരസ്വതി ക്ഷേത്രമായിരുന്നു എന്നതിൽ സംശയമില്ല. പക്ഷേ ആർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നും ചെയ്യരുത്. എല്ലാ വസ്തുതകളും പരിഗണിച്ച് ഹൈക്കോടതി തീരുമാനമെടുക്കും. എല്ലാവരും ഇത് പാലിക്കണം. അതുമാത്രമേ പരിഹാരമാകൂ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ മുസ്ലിം നേതാക്കന്മാർ ഇത്രയും വിഗ്രഹങ്ങളും ഇത്രയും അവശിഷ്ടങ്ങളും അവിടെ നിന്ന് വ്യക്തമായ തെളിവുകളോടെ കിട്ടിയിട്ടും അവിടേക്ക് ഹിന്ദുക്കളെ അടുപ്പിക്കില്ല എന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.